എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ സന്ധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മഹാസത്യമാണ്. ജ്യോതിഷം ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല. ഭൂമിയിലുള്ള സർവ മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു മഹാസത്യം, ഒരു മഹാശാസ്ത്രമാണ്. ജ്യോതിഷത്തിൽ പരിഹാരം എന്നത് ഒന്നില്ല. പരിഹാരം ചെയ്യാനായി പരിഹാരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കരുത് എന്നുള്ളതാണ് ഒരപേക്ഷ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യനും ഓരോ മൺകുടമാണ്. അതിന് ഓരോ ആകൃതിയുണ്ട്, ഓരോ വലിപ്പമുണ്ട്, ഓരോ തരത്തിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇതിനകത്ത് നമ്മൾ ജലം നിറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതിക്കും അതിൻ്റെ സൈസിനും അനുസരിച്ചാണ് നമുക്കത് നിറയ്ക്കാൻ കഴിയുക. അപ്പോൾ മനുഷ്യൻ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കുകയും അവർക്ക് അവരുടേതായ ചില വ്യത്യാസങ്ങളുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മുളക് പൊടിയായി ജനിച്ചിട്ട് മറ്റുള്ളവരെ കാപ്പിയിൽ മധുരമായി അലിഞ്ഞു ചേർത്ത് സന്തോഷിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഒരു കാലത്തും നടക്കത്തില്ല. അത് പഞ്ചസാരയായിട്ട് തന്നെ നമ്മൾ ജനിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ജനനത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സാൽ ഇതാണ് നമ്മളുടെ ജീവിതം, ഇതാണ് നമ്മളുടെ നെഗറ്റീവ് പോയിൻറ്റ്സ്, ഇത് നമ്മൾ വളർത്താൻ പാടില്ല, ഇതൊക്കെയാണ് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ടാലൻറ്റ്, അത് നമ്മൾ വളർത്തണം എന്നൊക്കെ നിങ്ങളൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾ പരിശ്രമിക്കണം. ഇതിൽ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയുന്നത്, അതിൻ്റെ കൂടെ അവർ പറയും എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയി, എന്തൊരു തലയിലെഴുത്താണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ തലയിലെഴുത്ത് അവൻ ജനിക്കുമ്പോൾ എഴുതുന്നതല്ല, അവൻ ജനിക്കുന്നതിന് 7 തലമുറയ്ക്ക് മുന്നേ എഴുതുന്നതാണ്. 7 തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ 7 തലമുറയ്ക്ക് മുമ്പ്, ഏകദേശം 400-420 വർഷം മുമ്പ് നിങ്ങളെപ്പോലൊരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ജനിക്കുമെന്നും അത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ആരെയെല്ലാം നിങ്ങൾ സന്ധിക്കുമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമി ചെയ്യുമെന്നും എഴുതി അവസാനം നിമിഷം വരെയും എഴുതി വെക്കുന്നതാണ് നിങ്ങളുടെ തലയിലെഴുത്തെന്ന് പറയുന്നത്. ഇത് ഒരു മഹാസംഭവമാണ്. നിങ്ങളിത് മനസ്സിലാക്കുക. നമുക്ക് തന്ന ജീവിതം നമ്മൾ മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് നോക്കാതെ അനുഭവിച്ച് ജീവിച്ച് തീർക്കുക. നന്ദി. ഓലച്ചുവടി.